ഹായ് ബ്രോ, താങ്കള് ശ്രദ്ധേയമായത് ഈ കങ്കുവയുടെ ഒരു മേക്ക് ഓവർ ചെയ്തിട്ട് കങ്കു അണ്ണൻ എന്ന പേര്. അപ്പം അതിന്റെ വീഡിയോയിൽ ഒരുപാട് പേര് ചോദിക്കണ്ട് താങ്കളുടെ യഥാർത്ഥ പേരെന്താണ്, എവിടെ നിന്നാണ് വരുന്നത്, എന്താണ് പ്രൊഫഷൻ, എന്താണ് താങ്കളുടെ അംബിഷൻസ് എന്താണെന്നൊക്കെ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാം. സത്യത്തിൽ ഞാൻ ഇങ്ങനെ ഇറങ്ങി തിരിച്ചത് പല പല വേഷം ഇടാൻ എനിക്ക് തോന്നാൻ കാരണം എനിക്ക് അഭിനയമാണ് താല്പര്യം. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടർ വരുമ്പോൾ എനിക്ക് അത് ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഇതൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പോൾ ഒരുപാട് മീഡിയയും കാര്യങ്ങളുണ്ട്, ഒരുപാട് പേര് അറിയപ്പെടും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചാൻസ് കിട്ടിയ ഒരു ഓഡീഷൻ ഒരു ലെവലിലാണ് ഞാൻ ഇവിടെ കാണുന്നത്. അപ്പോൾ ഒരുപാട് ഡയറക്ടേഴ്സും ഓൺലൈൻ മീഡിയസും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ അവരിലേക്ക് റീച്ച് എത്തുമ്പോൾ അതിനെന്തെങ്കിലും ചാൻസ് കിട്ടും എന്ന പ്രതീക്ഷയോടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പേര് ജിതിൻ. കോഴിക്കോടാണ് സ്ഥലം, കല്ലായി. കോഴിക്കോടില് കല്ലായി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട്. ഞാന് സിനിമ തന്നെയാണ്, അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ജോലിക്കായിട്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. നെഗറ്റീവ് ഒക്കെ പറയുന്നുണ്ട്, പക്ഷെ ശ്രദ്ധിക്കാറില്ല. നമ്മുടെ പാഷൻ തേടി മുന്നോട്ട് പോവുക, അത്രേ ഉള്ളൂ. ഇത് സാധാരണ നീ കാണാറുണ്ടല്ലോ നമ്മുടെ ഈ തിയേറ്ററിൽ, പ്രത്യേകിച്ച് തിയേറ്ററിന്റെ പേരിപ്പോ ഞാൻ എടുത്തു പറയുന്നില്ല. ഇങ്ങനെ വരുന്നവരെ പൊതുവെ ഒരു കളിയാക്കുന്ന അങ്ങനെ ഒരു കോമഡിയ. പക്ഷെ താങ്കൾ വ്യത്യസ്തമായ ഈ ഒരു ഗെറ്റപ്പ്, പിന്നെ ഈ ഒരു കോസ്പ്ലേ എന്ന് പറയും. അതിലേക്ക് എങ്ങനെ കോസ്പ്ലേ, ഇത് സാധാരണ ഒരു കോമഡി തരല്ല. കോസ്പ്ലേ എന്താണ് കോസ്പ്ലേ എന്ന് ഒന്ന് കാണുന്നവർക്ക് വേണ്ടി ഒന്ന് പറയാം. കോസ്പ്ലേ എന്ന് വെച്ചാൽ നമ്മള് ആ ഒരു സിനിമയില് ക്യാരക്ടർ എന്താണോ അവര് ഉപയോഗിക്കുന്ന ഒരു കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നു. അല്ലാതെ നമ്മളൊരു കോമാളിയായിട്ട് കാണുന്നവര്, എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, അവരങ്ങനെ കാണുന്നു. പക്ഷെ ഇതിനെപ്പറ്റി അറിയുന്നവർക്ക് കാര്യം മനസ്സിലാവും കോസ്പ്ലേ എന്താണെന്നുള്ളത്. അപ്പോ എല്ലാരും കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക, അത്രേ പറയാനുള്ളൂ. ഈ കോസ്റ്റ്യൂം ഒക്കെ എങ്ങനെ ട്രെയിലർ കണ്ടിട്ട് എടുക്കുന്നതാണ്? അതെ, ട്രെയിലർ കണ്ടിട്ട് എടുക്കുന്നതാണ്. കടയിൽ കിട്ടാനൊന്നുമില്ല. അത് ഒരു ഏകദേശം ആ ഒരു രൂപം പോലെ ഗ്ലാസ് മേടിച്ചിട്ട് അതുപോലെ പെയിന്റ് ചെയ്തിട്ട് കുറച്ച് എന്തെങ്കിലും ഡിസൈൻ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് ഈ സംഭവമൊക്കെ ഡിസൈൻ ചെയ്താണ് ക്ലാസ്സിലുള്ള. അതാണ് ചോദിച്ചത്, കാണാത്ത ടൈപ്പ് ഗ്ലാസ് യൂസ് ചെയ്തത്. പിന്നെ ഇങ്ങനെ ആരെങ്കിലും കണ്ടിട്ട് ഇങ്ങനെ വിളിക്കുക അങ്ങനെ ഗുണ്ണി നമുക്ക് തന്നെ നേരിട്ട് അപ്പൊ അവരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയുണ്ടായിരുന്നു? ഒരു സപ്പോർട്ടീവ് ആണ്. അതെ അതെ. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ സിനിമയിൽ ഒരു രംഗം ഒന്ന്, ഒരു ഡയലോഗ് ഒന്ന് ചെയ്താൽ? ഡയലോഗ് ചെയ്യാം. അച്ഛന് വലിയൊരു പണി വരുന്നുണ്ട്, ഒരു മുട്ടൻ പണി. ഇതൊന്നല്ല അച്ഛൻ പണി, അച്ഛൻ വെയിറ്റ് ചെയ്യും. അത് പാതിരിക്ക് ഒരു പെൺകുട്ടി. നാട്ടുകാരോട് അറിയട്ടെ, പള്ളിയിലച്ഛന്റെ സെറ്റപ്പ്. നിങ്ങളെ കാണിച്ച് തോന്നിയ ദിവസത്തിനെ എനിക്ക് ഒച്ച വെച്ച ആളെ കൂട്ടാൻ അറിയാം. പക്ഷെ ഞാൻ ചെയ്യാത്തത് എന്താണെന്നറിയോ? അച്ഛനിപ്പോ എനിക്ക് പൊന്മിട്ടിടുന്ന താറാവല്ലേ. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ചോദിക്കാൻ പാടുണ്ടെന്ന് അറിയില്ല. എങ്ങനെ ഒപ്പിച്ച് എന്നതാണടക്കും നടക്കട്ടുമേ, വീതി വളയട്ടുമേ. ഓക്കെ.